പേജർ വോക്കി ടോക്കി ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയെ മാനസികമായി തകർത്തതിന് പിന്നാലെ കനത്ത വ്യോമാക്രമണം ലെബനനിൽ നടത്തിയിരിക്കുകയാണ് ഇസ്രായേലി സേന. ലെബനനുള്ളിലേക്ക് കടന്നുകയറി ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ പലതവണ ബോംബിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. മാനസികമായി ഹിസ്ബുള്ളയെ തകർത്തതിന് പിന്നാലെയാണ് അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം തങ്ങളുടെ 5000-ഓളം വരുന്ന ഹിസ്ബുള്ള ഏജന്റുമാരെ ആക്രമിച്ച ഇസ്രായേലിനെതിരെ പരസ്യ യുദ്ധപ്രഖ്യാപനം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ റോക്കറ്റ് ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായി എന്നുള്ള വിവരം പുറത്തുവരികയാണ്. അപ്പർ ഗലീലിയിലെ ഒരു സൈനിക ക്യാമ്പിന് നേരെ, ഇസ്രായേലിൻ്റെ ഒരു സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. റോക്കറ്റ് ആക്രമണത്തിൽ അപ്പർ ഗലീലിയിലെ ഒരു ഇസ്രായേലി സൈനിക ക്യാമ്പിന് കേടുപാടുണ്ടായതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ നൽകുന്നുണ്ട്. എന്നാൽ ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ആക്രമണത്തിൽ 2 ഇസ്രായേലി ഭടന്മാർ, ജവാന്മാർ കൊല്ലപ്പെട്ടു എന്നും ലെബനീസിലെ പ്രാദേശിക മാധ്യമം വെളിപ്പെടുത്തുന്നു. അതേസമയം ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടാനുള്ള പുറപ്പാടിലാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ ദിവസം വരെ ഒരു തുറന്ന യുദ്ധം വേണ്ട എന്നായിരുന്നു പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തങ്ങളുടെ ശ്രദ്ധ വടക്കൻ മേഖലയിലേക്ക്, ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയിലേക്ക്, അതായത് ലെബനനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലേക്ക് മാറ്റുകയാണെന്ന് യോവ് ഗാലന്റ് വ്യക്തമാക്കി. അതിൻ്റെ അർത്ഥം ഒരു തുറന്ന യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. ഇസ്രായേലിൻ്റെ സുരക്ഷാ സേനയെ മുഴുവൻ വടക്കൻ മേഖലയിലേക്ക് വിന്യസിക്കാനുള്ള നിർദ്ദേശം IDFൻ്റെ തലവൻ ഇതിനകം തന്നെ യോവ് ഗാലന്റ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഹമാസിനെതിരെയുള്ള യുദ്ധം ഏറെക്കുറെ പൂർണ്ണമായും വിജയിച്ചു എന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഗാസയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികളെ കണ്ടെത്തുക എന്നൊരു ഉത്തരവാദിത്തം അവിടെയുള്ള സൈന്യത്തിനുണ്ട്. അതേസമയം ഗാസ അതിർത്തിയിലുള്ള മുഴുവൻ സേനയോടും ഇപ്പോൾ ലെബനൻ്റെ അതിർത്തിയിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. സേനാ വിന്യാസം ഇപ്പോൾ ലെബനൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ മാറ്റുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്. അതായത് തുറന്ന യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്കെതിരെ റോക്കറ്റ് ആക്രമണമോ വ്യോമാക്രമണമോ കൊണ്ട് വലിയ കാര്യമില്ല എന്ന് നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം അതിർത്തികളിൽ പലയിടങ്ങളിൽ ഒളിസങ്കേതങ്ങൾ ഹിസ്ബുള്ളയ്ക്കുണ്ട്, റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളുണ്ട്, അതുപോലെ തന്നെ ആയുധ സംഭരണശാലകളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ പല ഘട്ടങ്ങളിൽ പല രീതികളിലാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത്. അവയൊക്കെ തന്നെ വലിയൊരു പരിധിവരെ അയൺ ഡോം സംവിധാനം പ്രതിരോധിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചുള്ളൊരു ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. അപ്പോൾ ഏറ്റവും കാര്യക്ഷമമായ ഒരു ആക്രമണ രീതി എന്നുള്ളത് അത് നേരിട്ടുള്ള കരയുദ്ധം തന്നെയാണ്. ലെബനൻ്റെ തെക്കൻ മേഖലയിലേക്ക് കടന്നു കയറി അവിടെയുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർക്കുക, ഹിസ്ബുള്ളയുടെ ഭീകരന്മാരെ നേരിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുക, ഇതാണ് ഏറ്റവും അനുയോജ്യമായ ആക്രമണ രീതിയെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. അതുമാത്രവുമല്ല, ഇനി ഹമാസിനെതിരെ നടത്തിയതുപോലെ നീണ്ട യുദ്ധത്തിന് ഇസ്രായേലിന് താല്പര്യമില്ല. 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമൊന്നും നടത്താനുള്ള കെൽപ്പ് ഇനി ഇസ്രായേലിനില്ല എന്ന് കൃത്യമായി അറിയാവുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആക്രമണം നടത്തി എതിരാളിയെ നിഷ്പ്രഭമാക്കുക, ഇതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ താല്പര്യം. അതിന് മുന്നോടിയായിട്ടാണ് പേജറുകളും വോക്കി ടോക്കികളും അടക്കം പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ളയുടെ ഏകദേശം 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും 25-ലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്ത്. ഇത് ഹിസ്ബുള്ളയിൽ ഉണ്ടാക്കിയ ഒരു ഭീതി ചെറുതല്ല. അപ്പോൾ ആകെ സ്തബ്ധമായ അവസ്ഥയിലാണ് ഹിസ്ബുള്ള നിൽക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ആകെ പരിഭ്രമമുണ്ടായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ കയറി അടിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണ തന്ത്രം. അത് എത്രയും വേഗം നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേലി സേന. അതുകൊണ്ട് തന്നെയാണ് ഹമാസിനെതിരെയുള്ള യുദ്ധം നടക്കുമ്പോഴും അതിനൊപ്പം ശക്തമായ ഒരു തുറന്ന യുദ്ധം ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. ഇതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രത്യേക ഉപദേഷ്ടാവ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തിയിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവുമായി മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തിയിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ തന്നെ അമേരിക്കയുടെ പിന്തുണ ഇസ്രായേൽ തേടിയിട്ടുണ്ട്. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്കെതിരെ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ അതിന് അമേരിക്കയുടെ പിന്തുണ വേണമെന്ന് മറ്റാരെക്കാളും ഇസ്രായേലിനറിയാം. കാരണം ഹമാസിനെ പോലെയുള്ള കുറച്ചുകൂടി ആയുധശേഷിയുള്ളതാണ് ഹിസ്ബുള്ള. അതുമാത്രവുമല്ല, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഇറാൻ്റെ പരിപൂർണമായ പിന്തുണ ഹിസ്ബുള്ളയ്ക്കുണ്ട്. ഇറാൻ ആയുധങ്ങൾ വാരിക്കോരി നൽകുന്നുണ്ട്. വേണമെങ്കിൽ റഷ്യയിൽ നിന്ന് പോലും ഇറാൻ ആയുധങ്ങൾ വാങ്ങി ഹിസ്ബുള്ളയ്ക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്.
ഹൂതികളുടെ പിന്തുണയുണ്ട്. അപ്പോൾ ഇസ്ലാമിക ഭീകര സംഘടനകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഒരു വശത്തും മറുവശത്ത് ഇസ്രായേൽ മാത്രമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ പിന്തുണ ഈ ഘട്ടത്തിൽ അനിവാര്യമാണെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം. അതിനുവേണ്ടിയുള്ള നയതന്ത്ര നീക്കങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റോക്കറ്റ് ആക്രമണത്തിൽ അപ്പർ ഗലീലയിലെ ഒരു ഇസ്രായേലി സൈനിക ക്യാമ്പിന് കേടുപാടുണ്ടായതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ നൽകുന്നുണ്ട്. എന്നാൽ ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ആക്രമണത്തിൽ 2 ഇസ്രായേലി ജവാന്മാർ കൊല്ലപ്പെട്ടു എന്നും ലബനീസിലെ പ്രാദേശിക മാധ്യമം വെളിപ്പെടുത്തുന്നു.